ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം വെറുതെ ഇരിക്കും. അപ്പോൾ എന്തേലും ഒന്ന് ചെയ്യണമെന്ന് തോന്നും ചില സമയങ്ങളിൽ. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം കുറവാണ്. അപ്പോൾ എന്തേലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പഴയ ഷാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഷാൾ കൊണ്ട് ഞാൻ നല്ലൊരു ഐറ്റം ഉണ്ടാക്കുകയാണ്. ഇതിന് നമ്മൾ കാശ് കൊടുത്തിട്ട് പല സാധനങ്ങളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ അധികവും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ പഴയ ഡ്രസ്സുകൾ വെച്ചിട്ട് പലതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൊന്ന് ഇന്ന് ഞാൻ ഷാൾ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ പഴയ ഷാൾ മതി. ഷാൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഷാൾ എടുത്തിട്ട് ഇങ്ങനെ നിവർത്തിയിടുക. നല്ല നീളത്തിൽ നിവർത്തിയിട്ടതിന് ശേഷം ഒരു 2 ഇഞ്ച് അകലത്തിൽ നമ്മൾക്കൊരു 3 കഷ്ണങ്ങൾ എടുക്കണം. ഇതുപോലെ എടുക്കണം. ഒരു 2 ഇഞ്ച് അല്ല ഒരു 1.5 ഇഞ്ച് അത്രയും മതി. കുറയ്ക്കരുത്, കൂടുകയും വേണ്ട, അധികം കൂടുകയും വേണ്ട. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് തന്നെ അതൊന്ന് ചീന്തിയെടുക്കണം. നമ്മൾക്ക് നീളത്തിൽ ചീന്തിയെടുക്കണം. ആ ഷാളിൻ്റെ ഫുൾ വലിപ്പം നമ്മൾക്ക് വേണം. ഷാളിന് പകരം നമ്മുടെ സാരി ആയാലും മതി കേട്ടോ. കോട്ടൺ വേണ്ട, കോട്ടൺ ഡ്രസ്സുകൾ വേണ്ട. നമ്മുടെ ഇതുപോലെയുള്ള പോളിസ്റ്റർ മതി. കോട്ടൺ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ പെട്ടെന്ന് നമുക്കത് ഒരു വർഷമൊക്കെ നിൽക്കുകയുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് 2-3-4 വർഷം നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചീന്തിയെടുക്കണം. 3 കഷ്ണങ്ങളും വേണം. ലാസ്റ്റ് ഒരു 2 ഇഞ്ച് വെക്കണം കേട്ടോ. ലാസ്റ്റ് ഫുൾ അങ്ങനെ ചീന്തിയെടുക്കരുത്. ഇത്രയും ഭാഗം നമുക്കങ്ങനെ വയ്ക്കുക. ഇതുപോലെ നമ്മൾക്ക് ബാക്കി 2 കൂടെ ചീന്തിയെടുക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. മാത്രമല്ല ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിന് കടയിൽ നിന്ന് നല്ല പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ തന്നെ പലതരം കളറിൽ നമ്മുടെ ഷാളുകൾക്ക് പലതരം കളറായിരിക്കുമല്ലോ. അപ്പോൾ ആ കളറിലൊക്കെ പല ഡിസൈനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറുതെ വീട്ടിലിരിക്കുന്ന സമയമൊക്കെ ധാരാളമാണ് നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ആവും. അപ്പോൾ ഇതുപോലെ ആകണം. ഇനി അതിന് ശേഷം നമ്മൾ മെടഞ്ഞെടുക്കുമല്ലോ, നമ്മൾ പിന്നിയെടുക്കില്ലേ നമ്മുടെ മുടിയൊക്കെ, അതേപോലെ നമുക്ക് പിന്നിയെടുക്കണം. ഇതുപോലെ നമുക്ക് പിന്നിയെടുക്കാം. പിന്നിയിട്ട് കാണിച്ചു തരാം. കുറച്ച് ഇതുപോലെ നമുക്ക് പിന്നിയെടുക്കണം. ഫുള്ളും പിന്നിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം പിന്നിയെടുത്തിട്ടുണ്ട്. ഇത്രയും കണ്ടില്ലേ, എല്ലാം പിന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഷാളിൻ്റെ കളർ ഒന്ന് ബ്ലാക്കും മെറൂണൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാനൊരു നാര് വെച്ചിട്ട് ഇതൊന്ന് കെട്ടുന്നുണ്ട്. നല്ലൊന്ന് ടൈറ്റിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നാര് വെച്ചിട്ട് നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം. നമുക്ക് നല്ല പോലെ ടൈറ്റാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലപോലെ കെട്ടിയിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ബാക്കി ഭാഗം ഒന്ന് മുറിച്ച് കളയാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, നല്ല വലിങ്ങനെ. അപ്പം ഇനി ഇതുപോലെ വിരിച്ച് വെക്കുക. അതിന് ശേഷം ഇതെടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വയ്ക്കുക. ഒന്ന് നിവർത്തി വയ്ക്കണം കേട്ടോ. എല്ലാ ഭാഗവും നമ്മൾ കാണത്തക്ക വിധത്തിൽ നല്ല ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പോട്ട് വയ്ക്കുകയാണ്. നമ്മുടെ ചെടികളൊക്കെ അപ്പോൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഞാൻ എന്താ ഉണ്ടാക്കണേന്ന്. അപ്പോൾ പോട്ടിംഗ് ഹാങ്ങറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്തെ കൂടെ ഇട്ടിട്ട് വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് നമ്മുടെ ഈ 2 വശവും കുറച്ച് നിവർത്തി വയ്ക്കണം കേട്ടോ. ഇതുപോലെ വിടർത്തി വയ്ക്കുക. എന്നിട്ട് ആ വലിച്ചെടുത്തത് നമ്മൾ എടുത്തിട്ട് ഈ പോട്ടിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണം. ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൂടി വയ്ക്കുക. അപ്പോൾ നമ്മൾ താഴെ നിവർത്തി വെച്ച ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് 2 വശം ചെയ്യണം കേട്ടോ. ഈ അപ്പുറത്തെ വശം നിങ്ങൾക്കൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെയാണ് ആ വശവും നമ്മൾ ചെയ്യേണ്ടത്. ഇതിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ വലിച്ചിട്ട് ഒന്ന് മുകളിലേക്ക് വലിച്ചെടുത്താൽ മതി. നമ്മുടെ നല്ലൊരു പോട്ടിംഗ് ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ചെടികളൊക്കെ തൂക്കിയിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കടയിൽ നിന്ന് വാങ്ങിയ അതേ ഷേപ്പിലും അതേപോലെയാണ് തോന്നുക എല്ലാവർക്കും.
നമ്മൾ ഉണ്ടാക്കിയതെന്ന് ആർക്കും തോന്നില്ല. അത്രയും നല്ല ഭംഗിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മളതൊന്ന് എടുത്തിട്ട് തിരിച്ചിടണം. അതായത് പൊക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിടുക. എന്നിട്ടൊന്ന് നിവർത്തി വയ്ക്കുക. വെച്ചതിന് ശേഷം ഈ 2 വരയുടെ സെൻറ്ററിൽ തന്നെ ഈ പോട്ട് വയ്ക്കുക. അതിന് ശേഷം അത് ഈ മേൽഭാഗത്തുള്ള വള്ളി എടുത്തിട്ട് ഈ താഴ്വയുടെ വള്ളിയുടെ ഉള്ളിലേക്ക് കുട്ടി എടുത്തിട്ടൊന്ന് വലിച്ചെടുക്കുക. അതിന് ശേഷം ഇരുവശവും ഇതുപോലെ വിടർത്തി വെച്ചതിന് ശേഷം മുകളിലത്തെ വള്ളി ഈ പോട്ടിൻ്റെ മുകളിലൂടെ ഇട്ട് ഈ ഇരുവശത്തും ഉള്ളത് ഈ മുകളിലൂടെ ഇട്ട പോട്ടിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കുക. അത് തന്നെ ആ ഭാഗവും നമ്മൾ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിങ്ങനെ പറ്റുന്നില്ല എങ്കിൽ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പഴയ ഷാൾ വെച്ചിട്ട് ഇതുപോലെയുള്ള പലതരം ഐറ്റങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇപ്പം ഞാൻ ചെടി നട്ടിട്ടുള്ളതൊന്നുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പം ഇതിങ്ങനെ ആയതുകൊണ്ടാണ്, പുറമേ ആയാലും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെയുള്ള നമ്മുടെ ഷാളും സാരിയൊക്കെ കളയാതെ എല്ലാവരും ഇതുപോലെയുള്ള പലതരം ഐറ്റങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള നല്ല ഐറ്റവുമായിട്ട് വരാം.